കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ ന്യൂ ഇയർ ആഘോഷം കാണണമെങ്കിൽ എവിടെ വരണം? കൊച്ചിയിൽ വരണം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൂറ്റൻ പാപ്പാഞ്ഞി ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ കൊച്ചിയിലെ കാർണിവൽ ആഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളുണ്ടായി, കേസുകളുണ്ടായി, കോടതി വരെ കേസെത്തുന്ന സാഹചര്യവും ഉണ്ടായി. 2 പാപ്പാഞ്ഞിമാരായിരുന്നു ഇത്തവണ കൊച്ചിയിൽ തയ്യാറായത്. ഒന്ന് സാധാരണഗതിയിൽ കാലങ്ങളായി കത്തിച്ചു വരുന്ന പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി, 2 ഗാലാഡി കൊച്ചി തയ്യാറാക്കി, ഗാലാഡി ഫോർട്ട് കൊച്ചി തയ്യാറാക്കിയ ഈ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി. അങ്ങനെ ഒടുക്കം കേസ് കോടതിയിലെത്തി 2 പാപ്പാഞ്ഞിമാരെയും കത്തിക്കാമെന്നൊരു ഗംഭീര ഉത്തരവ് ഈ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഗംഭീര ആഘോഷത്തിന്റെ നിറവിലേക്ക് കൊച്ചി കടക്കുന്നതിനിടയിലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കൽ പരിപാടിയിൽ നിന്നും കാർണിവൽ കമ്മിറ്റി പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇനി ഒറ്റ പാപ്പാഞ്ഞി മാത്രമാണ് കൊച്ചിക്കാരുടെ ആശ്രയം. അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 42 അടി ഉയരമുള്ള ഈ പാപ്പാഞ്ഞി. ഈ പാപ്പാഞ്ഞിയായിരിക്കും നാളെ കത്തി അമർന്നെരിഞ്ഞ് കഴിഞ്ഞു പോകുന്ന വർഷത്തിന്റെ എല്ലാ വേദനകളെയും കത്തിച്ചു കളഞ്ഞ് നോവുകളെയും മറക്കാൻ വേണ്ടി ഒരു അഗ്നിയിൽ തീർന്ന് അടുത്തൊരു വർഷത്തെ 2025 എന്ന പുതുവർഷത്തെ വരവേൽക്കാൻ പോകുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും വെളി ഗ്രൗണ്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാനമായും സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന് അനുമതി നൽകാതിരുന്നത്. പിന്നീട് പോലീസ് പറഞ്ഞ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് സംഘാടകർ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം 40 അടി ദൂരം മാത്രമാണ് ഈ കാണുന്ന ബാരിക്കേഡുമായി, അതായത് ജനങ്ങൾ നിൽക്കേണ്ട ബാരിക്കേഡുമായി ദൂരം ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം അത് 72 അടിയാക്കി സംഘാടകർ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തവണയും ഈ പരേഡ് ഗ്രൗണ്ടിലും അതുപോലെ വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിമാരുണ്ടായിരുന്നു. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കാണാനെത്തിയ ആളുകളെ ഏകദേശം 25,000 പേരായപ്പോൾ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ആളുകൾ ഒഴുകിയെത്തിയത് ഈ വെളി ഗ്രൗണ്ടിലേക്ക് തന്നെയാണ്. അനിയന്ത്രിതമായി ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇത്തവണ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി മാത്രം കത്തിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വലിയൊരു ജനത്തിരക്ക് സംഘാടകർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1000-ഓളം പോലീസുകാർ സുരക്ഷാ ആവശ്യത്തിനായി, സുരക്ഷയ്ക്കായി ഇവിടെ അണിനിരക്കുന്നുണ്ട്. അതായത് ഏകദേശം ഫോർട്ട് കൊച്ചിയുടെ എല്ലാ ഭാഗങ്ങളും പോലീസിന്റെ നിയന്ത്രണത്തിലായിരിക്കും. 44 CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും ആ സമയത്ത് വെളി ഗ്രൗണ്ട് ഉണ്ടാവുക. ഈ എല്ലാ CCTV ക്യാമറകളുടെയും ഡയറക്റ്റ് ആക്സസ് പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ഏകദേശം 30,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ഒരു ജലസംഭരണിയുണ്ട്. അതായത് ഇവിടേക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള വെള്ളം എന്ന നിലയിൽ 30,000 ലിറ്റർ ജലം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ജലസംഭരണിയുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു വെളി ഗ്രൗണ്ട്. ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സംഘടന ഈ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി ഈ കാണാം വെളി ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നാളെ കൂടി ആകുമ്പോഴേക്കും ഇവിടെ ഒരു വലിയ ജനത്തിരക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നുമെല്ലാം വലിയൊരു ജനത്തിരക്ക് ഈ ഭാഗത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനും സാന്റയെ കാണാനും ഒക്കെയായി വന്നിട്ടുണ്ട്. ചേട്ടാ, ഈ ന്യൂ ഇയർ ആഘോഷത്തിന് കൊച്ചിയിൽ വരാറുള്ള ആളാണോ? കൊച്ചിക്കാരനാണോ? കൊച്ചിക്കാരനാണ്. ഞാൻ ആദ്യമായിട്ട് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ പരേഡ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാ തവണയും പരേഡ് ഗ്രൗണ്ടിലാണ് ഉണ്ടാവുക. ഇപ്പോൾ അതില്ലാതെയാണ് വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആഘോഷങ്ങളുടെ ഒരു കെട്ടുമട്ടും ഒക്കെ? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആൾക്കാർ കുറവായിരിക്കും. ഈ ഒരു സാഹചര്യം കൊണ്ട് ആളുകളുടെ വരവ് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധാരണ ബീച്ചിൽ പപ്പാഞ്ഞിനെ കത്തിക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങോട്ട് മാറ്റിയെന്ന് പറയുന്നുണ്ട്. ഉണ്ടോയെന്നറിയില്ല. ഇപ്പോൾ ഇത് കത്തിക്കുന്നുണ്ട്. ആദ്യം കോടതി പറഞ്ഞ 2 പാപ്പാഞ്ഞിയും കത്തിക്കാനാണ്. പിന്നീട് മുൻ പ്രധാനമന്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷം ഒഴിവാക്കിയത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ജനത്തിരക്ക് പ്രതീക്ഷിക്കണം സത്യത്തിൽ, അവിടെ ഇല്ലാത്തതുകൊണ്ട്. ജനത്തിരക്ക് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വന്നിട്ടും ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ കാണാം ആൾക്കാർ. ഉയർന്നെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞോ? അതെ, ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞു പോകുന്ന വർഷത്തിന്റെ എല്ലാ സങ്കടവും വേദനകളും കത്തിച്ചു കളയാനാണല്ലോ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. അതെ, ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ വലിയൊരു ജനത്തിരക്ക് ഇപ്പോൾ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളെ സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷം ഇല്ലാത്തതിനാൽ തന്നെ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംഘാടകർ. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പോലീസും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സജ്ജമാണ്. വെളി ഗ്രൗണ്ടിൽ വലിയ സ്റ്റാളുകൾ വെളി ഗ്രൗണ്ട് നിറയെയുണ്ട്. പരേഡ് ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി വലുപ്പമുണ്ട് വെളി ഗ്രൗണ്ടിനെ എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതൊരു സവിശേഷത തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം എത്തിയാൽ പോലും അതിന് ഉൾക്കൊള്ളാനുള്ള സ്ഥലവും സംവിധാനവും ഇവിടെയുണ്ട്. ഈ ബാരിക്കേഡ് സംവിധാനമൊക്കെ പോലീസ് കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ 2 ആംബുലൻസും അതുപോലെ തന്നെ 2 ഫയർ യൂണിറ്റും മുഴുവൻ സമയവും വെളി ഗ്രൗണ്ടിൽ ഉണ്ടാകും. അതുപോലെ ഒരു ചെറിയ ആംബുലൻസ്, അതായത് ഒരു മിനി ഒമ്നി ആംബുലൻസ് കൂടി ഉണ്ടാകും. അതായത് ചെറിയ വഴിയിലൂടെ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ചെറിയ വഴിയിലൂടെ പോലും ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരത്തിൽ ഒരു വഴി സംവിധാനം, അതായത് ആളുകളെ 3 സ്ഥലങ്ങളിലായി മാറ്റി നിർത്തി ഇടവഴികൾ വെക്കുന്ന രീതിയിൽ, അതായത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന നിലയിലുള്ള ക്രമീകരണമാണ് ആ ഭാഗത്തൊക്കെ പോലീസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ആഘോഷം വരികയാണ്. കൊച്ചിയുടെ ഏറ്റവും
ഏറ്റവും വലിയ ആഘോഷം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂ ഇയർ ആഘോഷം. അതിനുവേണ്ട എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി ഇത്തരത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് സംഘാടകരും പോലീസും. എനിക്ക് പിന്നിൽ കാണുന്ന ആ പാപ്പാഞ്ഞി കത്തിയമരുമ്പോൾ കഴിഞ്ഞു പോകുന്ന വർഷത്തിൻ്റെ 2024 എല്ലാ വേദനകളും എല്ലാ നോവും കത്തിച്ച് കളഞ്ഞുകൊണ്ട് കൊച്ചിക്കാർ മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഈ ആഘോഷത്തിൽ പങ്കാളികളാകും. അങ്ങനെ ഒരു പുതുവത്സരത്തെ വരവേൽക്കുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.